ഇന്നത്തെ ഇന്നത്തെ മീറ്റിംഗ് വിളിച്ച പ്രധാന കാരണം നമ്മൾ കുറേ ആയി ഒന്നിച്ച് കൂടി ഇരുന്നിട്ടില്ല. പിന്നെ നമ്മളുടെ ആക്ടിവിറ്റീസിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് IEC പ്രിപ്പയർ ചെയ്ത് നമുക്കൊന്ന് ഫൈനലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഫൈനലൈസ് ചെയ്ത് ഒരു IEC മെറ്റീരിയൽ, പ്രത്യേകിച്ച് നമ്മളൊരു ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഒരു ക്യാപ്ഷൻ്റെ ഒരു പിന്നെ കാച്ചി വേർഡ് എന്നുള്ള രീതിയിൽ നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. കരുതിയില്ലെങ്കിൽ കണിഞ്ഞു പോകുമെന്ന് പറയുന്ന അത് 2 പോസ്റ്റേഴ്സും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൂടാതെ നമ്മൾ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ട്രെയിനിങ് കമ്പണൻറ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അതായത് ഈ ജില്ലയിൽ പലതരത്തിലുള്ള ട്രെയിനിങ്ങുകൾ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡ്രഗ് ഫ്രീ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അതിനെയൊക്കെ ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്യമം. അപ്പോൾ ഒരു ട്രെയിനിങ് കമ്പണൻറ്റിൻ്റെ ഭാഗമായിട്ട് വിവിധ തരത്തിലുള്ള TOTകളിൽ എന്തൊക്കെ വിഷയങ്ങൾ നമ്മൾ പിന്നെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്, അതിൽ സബ് കമ്പണൻസ് എന്തായിരിക്കണം, അത് ആരൊക്കെ ആയിരിക്കണം, ഏത് വിഷയ മേഖലയിലെ ആളുകളായിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് ഫൈനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. പിന്നെ വേറെ എന്തെങ്കിലും നമ്മുടെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യങ്ങളും നിങ്ങൾക്ക് പറയാം. അതോടൊപ്പം NMBയുടെ ഒരു ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഒരു ലോഞ്ച് നമുക്ക് ചെയ്യാനുണ്ട്. TOT ലെവൽ ട്രെയിനിങ് പ്രോഗ്രാംസ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ അജണ്ട ഉള്ളത്. അപ്പോൾ നമുക്ക് 1 by 1 ആയി എടുക്കാം. അപ്പോൾ IEC മെറ്റീരിയലിൻ്റെ പിന്നെ കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും പോയതായിട്ട് നമ്മൾ കഴിഞ്ഞ മീറ്റിങ്ങുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ട്രെയിനിങ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും നമുക്ക് ഡിസ്കഷൻ ആവാം. അപ്പോൾ ഓക്കെ, ഇനി ആരെങ്കിലും സംസാരിക്കുക? ഹലോ സാർ. പറയൂ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ IEC മെറ്റീരിയലിന്റെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഓഫീസിലിരുന്നിട്ട് നമ്മൾ മറ്റേ എക്സൈസ് നമ്മുടെ വിമുക്തിയുടെ ഒരു ചാപ്റ്റർ അവരുണ്ടാക്കിയ ഒരു സാധനം നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം ഞാൻ പേഴ്സണലി നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ നമ്മളെ ഈ ക്ലാസ് എടുക്കാൻ പോകുന്നവർക്കുള്ള മെറ്റീരിയൽ കൊടുക്കുന്നതിന്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പം ഏത് ലെവലിൽ ആര് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാലും നമ്മുടെ ഈ NMBയുടെ മെറ്റീരിയൽ കൊണ്ടായിരിക്കണം അവർ മുന്നോട്ടുള്ള ഈ ലഹരിയുടെ ക്ലാസ്സുകൾ എടുക്കണം എന്നുള്ളൊരു അങ്ങനെ ആ ഒരു രീതിയിൽ പോകാനുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് നമ്മൾ സാധാരണ കാണുന്ന പോലെയുള്ള ആദ്യ ഭാഗങ്ങളൊക്കെ വെട്ടിച്ചുരുക്കി നമുക്ക് അതിന് ശേഷമുള്ള ഭാഗങ്ങൾ കുറച്ചുകൂടെ വിപുലമായിട്ട് എടുക്കണം എന്ന രീതിയിലാണ് ഇപ്പോൾ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നോക്കിയിരിക്കുന്നത്. അതായത് അതിൻ്റെ എന്താണ് ഡ്രഗ് കാര്യങ്ങളൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയാം. അതിന് ശേഷം വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ആർക്കും അതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്തത്. ആർക്കാണിത് നമ്മൾ വിവരം കൊടുക്കേണ്ടത്, എങ്ങനെ കൊടുക്കണം, എത്രത്തോളം ഇത് അതിന് സേഫ്റ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ മെഡിക്കൽ നമ്മുടെ ആ ഒരു പോർഷനും കൂടെ നമ്മൾ ഈ ഒരു IEC മെറ്റീരിയലിൻ്റെ കൂടെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ. അടുത്തത് ആരാണ് പറയുന്നത്? അനക്ക? സർ, IEC മെറ്റീരിയൽസിന് ഞാൻ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്. ഗ്രൂപ്പിൽ അയച്ച 4-5 സാമ്പിൾസ് PDF അതൊക്കെ കൺസോളിഡേറ്റ് ചെയ്ത് ക്രിസ്പ് ആക്കി ടു ദ പോയിന്റ് ആക്കിയിട്ട് 2-3 IEC മെറ്റീരിയൽ 1-2 ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്.
അല്ല, അപ്പൊ അതില് നമ്മളിപ്പോ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരു 2 പോസ്റ്റേഴ്സ് മാത്രമല്ലേ നമ്മളിപ്പോ ചെയ്തിട്ടുള്ളൂ? യെസ് സർ, അത് പോസ്റ്റർ ആയിട്ട്, പിന്നെ ഇപ്പം PDF ആയിട്ട് സെൻഡ് ചെയ്ത് ട്രെയിനിങ് മോഡ്യൂളിനോ IECക്ക് അത് മിക്സ് ചെയ്തൂടെ, കൺസോളിഡേറ്റ് ചെയ്തൂടെ? അതെ, അപ്പൊ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് ഞാൻ പറയാം. അപ്പൊ നമ്മളൊരു ട്രെയിനിങ് പരിപാടി ആർക്കാണ് കൈകാര്യം ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഗ്രേഡിങ് വരുന്നത്. ഏത് ലെവലിൽ നമ്മൾ ഡ്രഗിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ഡ്രഗ് ഡേയോടനുബന്ധിച്ച് ഒക്കെ ഇന്റർനാഷണൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഷെയർ ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഷെയർ ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ഡ്രഗ്സ് എന്ന് പറയുന്നത് എല്ലാ ഡേ ഒബ്സർവൻസിലും പറയുന്ന ഷെയർ ദ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കണം. അതായത് ഇപ്പോൾ നിലവിൽ ഡ്രഗ്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്, എത്ര പേരിൽ 1000 പേരിൽ എത്ര പേര് ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ വേൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, ഇന്ത്യയുടെ നിലവാരം എന്താ, കേരളത്തിൽ എന്താണ്, അങ്ങനെയുള്ള ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നിലവിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് പറയാറുണ്ട്. അപ്പൊ അതൊന്ന് നമ്മൾ നേരിട്ട് ഡ്രഗിലേക്ക് കടക്കാതെ അതിന് പകരം ഇത്തരം വിവരങ്ങളും കൂടി ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യപ്പെടണം എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള എക്കണോമിനെ കുറിച്ചും കൂടി പറഞ്ഞുകൊണ്ട് ആ വിവരങ്ങൾ കൂടി ഷെയർ ചെയ്യാം. രണ്ടാമത്തതായിട്ട് നേരത്തെ ഇപ്പൊ ബേബി പറഞ്ഞതുപോലെ എന്താണ് ഡ്രഗ്സ്. അപ്പൊ നമ്മൾ പലപ്പോഴും ലഹരി എന്നുള്ള മലയാളത്തിലുള്ള വാക്ക് പലപ്പോഴും കൺഫ്യൂസിങ് ആണ്. അത് അതായത് മദ്യത്തിനെയും ലഹരി എന്ന് വിളിക്കും, മയക്കുമരുന്നിനെയും ലഹരി വിളിക്കും, അതുപോലെ തന്നെ മറ്റ് ഏത് പിന്നെ ജീവിതമാണ് ലഹരി എന്നുള്ളതാണ് എക്സൈസിന്റെ മുദ്രാവാക്യം തന്നെ. അപ്പോൾ ലഹരി എന്ന് പറയുന്നത് ഒരു മോശമായ വാക്കാണെന്ന് നമ്മളാരും കരുതുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ എല്ലാ ക്യാമ്പയിനുകളിലും ഉപയോഗിച്ചിരിക്കുന്നത് ലഹരി വിരുദ്ധ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം നമുക്കതിനെ ഡ്രഗ്സ് എന്നുള്ളത് മയക്കുമരുന്ന് എന്നുള്ളത് തന്നെ ഉപയോഗിക്കണോ, അല്ല ലഹരി എന്ന് മാത്രം മതിയോ എന്നുള്ളത് നമ്മളൊന്ന് ഫിക്സ് ചെയ്യണം. ഏതൊക്കെ സ്ഥലങ്ങളിൽ നമ്മൾ മയക്കുമരുന്ന് എന്ന് മാത്രം ഉപയോഗിക്കണം, ഏതൊക്കെ സ്ഥലങ്ങളിൽ ലഹരി എന്ന് ഉപയോഗിക്കണം. ഇപ്പം ഡ്രഗ്സ് എന്നുള്ളതിൻ്റെ ശരിയായ ഇത് മയക്കുമരുന്ന് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. പക്ഷെ ആൽക്കഹോളും ഒരു മയക്കുമരുന്നിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് ടെക്നിക്കലി സ്പീക്കിംഗ്, അങ്ങനെയാണ് പറയുക. എന്നാലും നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഡ്രഗ് ഫ്രീ കണ്ണൂർ ആയതുകൊണ്ട് ഇപ്പം നിലവിലുള്ള ക്യാമ്പയിനുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേപോലെ തന്നെ ഈ മയക്കുമരുന്നിനെ കുറിച്ചുള്ള ഫോക്കസ് ആണ് കൂടുതലും പറയുന്നത്. അപ്പോൾ ഇപ്പം റീസെൻ്റ്ലി നമ്മുടെ ഇവിടെ വന്നിരുന്ന നാഷണൽ അക്കാഡമിയുടെ നർക്കോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട് GSTയുടെ അഡീഷണൽ ജോയിൻറ്റ് ഡയറക്ടർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഡീഷണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ അവർ ഷെയർ ചെയ്തൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ പറയുന്നത് കേരളത്തിലാണ് ഇപ്പോൾ, പഞ്ചാബായിരുന്നു ഇന്ത്യയിലത്തെ നമ്പർ 1 ഡ്രഗ് യൂസ് ചെയ്യുന്ന സംസ്ഥാനമായിട്ട് വിലയിരുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും പുതിയ കണക്കുകൾ കാണിക്കുന്നത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ, പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷമുള്ള കണക്കുകൾ പറയുന്നത് കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ് സീസ് ചെയ്യപ്പെടുന്ന സംസ്ഥാനം. അതായത് ഒരു 5 വർഷം മുമ്പ് ഇവിടെ വെറും 5 ടണ്ണോ അങ്ങനെ എന്തോ പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് പറഞ്ഞ്, ഞാനത് കൃത്യമായിട്ട് അതിൻ്റെ അളവ് ഓർക്കുന്നില്ല. എന്തായാലും 300 മടങ്ങ് ഓളം കേരളത്തിൽ ഡ്രഗ് യൂസ് ചെയ്യുന്ന അത് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സീസ് ചെയ്യപ്പെടുക എന്ന് പറയും. അപ്പം അങ്ങനെ സീസ് ചെയ്യപ്പെട്ടതിൻ്റെ അർത്ഥം ഇത്രയും ഡ്രഗിന് ഡിമാൻഡ് ഇവിടുത്തെ സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഡ്രഗ് ഒഴുകുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡാറ്റ കൂടി നമുക്കതിൽ ഉൾപ്പെടുത്താൻ സാധിക്കണം. രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയോടാണ് സംസാരിക്കുന്നത്? സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ആണോ, പാരൻസ് ആണോ, TOT ലെവലിലായിട്ടുള്ള ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് ആണോ, കൗൺസിലേഴ്സ് ആണോ? അപ്പോൾ അവർക്കൊക്കെ ആവശ്യമായ വിവരങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. അപ്പം അത് പ്രൊസീജിയറൽ ആയിട്ടുള്ള വിവരങ്ങളായിരിക്കാം ചിലപ്പോൾ ലോ എൻഫോഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ടത്. അതുപോലെ തന്നെ ഈ ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട ഏത് ഇൻഫർമേഷൻ ഏതിലാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ SOP എങ്ങനെ ആയിരിക്കണം,
എന്നുള്ള കാര്യം. അതായത് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകണം എന്നുള്ളത് അത് ഇതിൽ ഉൾപ്പെടുത്തണം. പിന്നെ നേരത്തെ ബേബി പറഞ്ഞ ഒരു കാര്യം, അതായത് ഇതുമായി ബന്ധപ്പെട്ട പിന്നെ നമ്മുടെ മെഡിക്കൽ ഇൻഫർമേഷൻ എന്താണ്, ഡ്രഗ് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ അവസ്ഥകളിലൂടെ നമ്മളെ ശരീരത്തെ മാറ്റിമറിക്കുന്നു, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ, അതുപോലെ തന്നെ ഫാമിലി സിസ്റ്റത്തെ, സൊസൈറ്റിയെ, നമ്മുടെ എക്കണോമിയെ എങ്ങനെ ബാധിക്കുന്നു അത് അതിൽ പറയണം. പിന്നെ ഉള്ളതാണ് ഈ ഡ്രഗ് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കൊക്കെ അറിയിക്കണം, വിവരം ആരൊക്കെ നൽകണം, വിവരം നൽകിക്കഴിഞ്ഞാൽ അവിടെ സേഫ്റ്റി മെഷേഴ്സ്, അവരുടെ ഇൻഫർമേഷൻ പാസ് ചെയ്തതിന് പിന്നെ എത്ര നന്നായിട്ടത് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യും എന്നുള്ളതിൻ്റെ ഉറപ്പ് നൽകുന്ന കാര്യങ്ങൾ. പിന്നെ പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ്, നമ്മൾ ഡ്രഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഡിക്റ്റീവ് എലമെൻറ്റ്സ് നമ്മൾ പലതരത്തിലുള്ള 3 സ്റ്റേജ് ഓഫ് അഡിക്ഷൻ്റെ കുറേ സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഏത് ഘട്ടത്തിലാണ് ഒരു വ്യക്തിക്ക് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയാൻ പറ്റുക? കാഷ്വൽ യൂസർ, അതുപോലെ തന്നെ പിന്നെ ഡി അഡിക്ഷൻ്റെ പിന്നെ ലെവലിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിൻ്റെ വിവരങ്ങൾ നമ്മളതിൽ ഷെയർ ചെയ്യണം. അപ്പോൾ ആ വിവരങ്ങളും കൂടി നമ്മുടെ ട്രെയിനിങ് കമ്പണൻറ്റിൽ വേണം. അതോടൊപ്പം ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സിംറ്റംസ്, അവർ എന്തൊക്കെ അവരുടെ ബിഹേവിയറൽ പാറ്റേണിൽ, സ്ലീപ്പിംഗ് പാറ്റേണിൽ, അതുപോലെ പിന്നെ അവരുടെ പെരുമാറ്റത്തിൽ ഒക്കെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള പ്രാഥമികമായി മനസ്സിലാക്കാനുള്ള സിംറ്റംസ്, പിന്നെ ഡ്രഗ് അഡിക്റ്റ് ആയോ എന്ന് മനസ്സിലാക്കാനുള്ള സിംറ്റംസ്, അതുപോലെ തന്നെ പിന്നെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ പിന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസ് ചാർജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ വിവരങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഈ പ്രിവെൻറ്റീവ് ആസ്പെക്ട്സിൽ എന്തുകൊണ്ട് ഡ്രഗ് ഒരു തവണ പോലും ഉപയോഗിച്ചു കൂടാ, എന്തുകൊണ്ട് ഡ്രഗ് പിന്നെ നമ്മൾ കൂടുതൽ ഉപയോഗിച്ചാൽ നമ്മളെ പിന്നെ പേഴ്സണലായിട്ടുള്ള ഹെൽത്തിന് എങ്ങനെ അത് ഹാംഫുള്ളായിട്ട് ബാധിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറയണം. പിന്നെ ഇതിൻ്റെ ലീഗലായിട്ടുള്ള കോംപ്ലിക്കേഷൻസ്, അതായത് ഡ്രഗ് പെഡലേഴ്സിനുള്ള ശിക്ഷ, ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്കുള്ള ബുദ്ധിമുട്ടുകൾ, അതൊക്കെ കൂടി ഇതിൽ പറയണം. ഇത്രയാണ് എനിക്ക് തോന്നിയത്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയൂ. പിന്നെ ഓരോ ലെവൽ ഓഫ് ഉള്ള ആളുകൾ, ഇപ്പോൾ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിക്ക് പറയുമ്പോൾ ഒരു കഥകളിലൂടെ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയിലൂടെ ആയിരിക്കും ഒരു കാര്യം അവതരിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സ് ഓഫ് ട്രെയിനർ എന്ന് പറയുന്ന വലിയ ആളുകൾക്കാണെങ്കിൽ കഥ പറച്ചിലിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് ഇൻഫർമേഷനിലേക്ക് തന്നെ പോകാം. അപ്പോൾ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് 1 മണിക്കൂറിലേക്കുള്ള ഒരു കണ്ടൻ്റാണ് നമ്മൾ ഇതിൽ വേണ്ടിയിട്ട് തയ്യാറാക്കേണ്ടത്. ഓരോ സബ് ടൈറ്റിലിനും എന്തൊക്കെ വിവരങ്ങൾ അതിൽ പറയണം എന്നുള്ളതിൻ്റെ ഒരു ഡാഷ് ഇട്ടിട്ട് പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി എംലിൻ. സാർ, ഇപ്പൊ DC സാർ മുന്നേ പറഞ്ഞല്ലോ നമുക്കൊരു ക്വസ്റ്റ്യനെയർ ഫോമാറ്റിൽ ചെയ്യാം എന്നുള്ളത്. മൊഡ്യൂൾ ആക്കുമ്പോൾ ക്വസ്റ്റ്യനെയർ ഫോമാറ്റിൽ ചെയ്യാം. അതാകുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്ക് കട്ട് ഷോർട്ട് ഇൻഫർമേഷൻ ആയിരിക്കും. കറക്റ്റ് ആൻസർ, ക്വസ്റ്റ്യനുള്ള കറക്റ്റ് ആൻസേഴ്സ് ഉള്ള രീതി കിട്ടുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും വായിക്കാനും ഇൻവോൾവ് ആവാനും എല്ലാം. അതെ, ഞാൻ IEC എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു ബ്രോഷറിൻ്റെ ആസ്പെക്റ്റിൽ നമുക്ക് അതിനെ കാണാം, അതോടൊപ്പം തന്നെ ഒരു ട്രെയിനിങ് മൊഡ്യൂളിൻ്റെ ആസ്പെക്റ്റിലും കാണാം. അപ്പോൾ ഒരു ബ്രോഷറിൻ്റെ ആസ്പെക്റ്റിൽ കാണുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ മോഡലാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഒരു പാംലെറ്റ് അല്ലെങ്കിൽ ലീഫ്ലെറ്റ് ഒക്കെ പറയുമ്പോൾ ഒരു 4 പേജ് അല്ലെങ്കിൽ 8 പേജ് ഒക്കെ വരുന്ന ഒരു സാധനത്തിൽ ഇത് എത്രമാത്രം ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പരമാവധി ഉൾപ്പെടുത്താം, അതിൽ ഫിഗറേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്രയൊക്കെ വേണം, എന്തൊക്കെ പിന്നെ ചിത്രങ്ങൾ ഉൾപ്പെടുത്താം, എന്തൊക്കെ വിവരങ്ങൾ ഉൾപ്പെടുത്താം എന്നുള്ളത് കാര്യം നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഋത്തിക്.
ഋത്തിക് ഇല്ലേ? ഇപ്പൊ പരീക്ഷയുടെ തിരക്കിലായിപ്പോയാ? ഇല്ല, ഋത്തിക്കിന് എക്സാം പോസ്റ്റ്പോൺ ചെയ്യുന്നു പറഞ്ഞിട്ട് രാവിലെ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. അല്ല, ഇതില് അവനുണ്ട്, ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അവൻ കേൾക്കുന്നില്ല എന്നാ എനിക്ക് തോന്നുന്നത്. എന്നാ ജസ്ന പറയൂ. സർ, അന്ന് DC ആയിട്ടുള്ള മീറ്റിംഗിൽ ഈ കുടുംബശ്രീ, ഹരിത കേരളം അവരെ കൂടി ഉൾക്കൊള്ളിക്കുന്നത് പറഞ്ഞില്ലേ? അപ്പം അതും കുറച്ച് സ്പീഡി ആക്കുന്നതാണെങ്കിൽ നമ്മളും അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണെങ്കിൽ കുറച്ചും കൂടി വേഗത്തിൽ നടക്കും തോന്നുന്നു. എന്ത് വേഗത്തിൽ നടക്കുന്ന പറയുന്ന? അല്ല, ഈ മാപ്പിംഗ് ഇപ്പം സ്കൂൾ റീ ഓപ്പണിങ് ഇനിയിപ്പം 1 month അല്ലേ ഉള്ളൂ. അപ്പം ഈ ഹോസ്പിറ്റലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനു മുന്നേ എന്താണ് ഇപ്പൊ അവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യാലോ. അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട്. അല്ല, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആക്ഷൻ പ്ലാനിലേക്കല്ല നമ്മൾ പോയത്. നമ്മളിപ്പോൾ ആദ്യം പറയുന്നത് ഇതിന് വേണ്ടിയിട്ട്, ഈ ക്യാമ്പയിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽസിൻ്റെ, മൊഡ്യൂളിൻ്റെ, IEC മെറ്റീരിയൽസിൻ്റെ ഒക്കെ ആ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം ക്യാമ്പയിനിങ്ങിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പേ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ടൂൾസ് വേണമല്ലോ. ആ ടൂൾസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഓക്കെ. ഒരാൾക്ക് ഷെയർ ചെയ്യാവുന്ന നമ്മളിപ്പോൾ ഒരു ബാനറോ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലേ? അപ്പോൾ അതുപോലെ പോസ്റ്റർ മാത്രം പോരല്ലോ. അപ്പോൾ ചില യോഗങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ 4ാം വാർഷികം വരുന്നുണ്ട് പിന്നെ മന്ത്രിസഭയുടെ. അപ്പോൾ നമ്മളൊരു തീം സ്റ്റാൾ നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ തീം സ്റ്റാളിലും നമുക്ക് വെക്കാവുന്ന തരത്തിലുള്ള ഒരു ബ്രോഷർ, ഒരു പാംലെറ്റ്, ഒരു ലീഫ്ലെറ്റ് ഒന്നും കൂടി ഉണ്ടാകുന്നത് നല്ലതല്ലേ? അപ്പോൾ അങ്ങനെ ആ രീതിയിൽ പിന്നെ ഒരു ട്രെയിനിങ് പരിപാടി നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ആ ട്രെയിനിങ്ങിൽ വരുന്നവർക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ഹാൻഡ് ഔട്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നും വേണമല്ലോ. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജസ്റ്റിനൊക്കെ ക്ലിയർ ആണോ? സർ, ഇപ്പം ക്ലിയർ. അപ്പോൾ അനഘ, എന്തെങ്കിലും കൂടുതൽ ഇൻപുട്സ്? സർ, ഇപ്പം പറഞ്ഞതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻലി IECന്റെ ഹാൻഡ് ഔട്ട് ഫോക്കസ് ചെയ്തിട്ട് FAQ ബ്രോഷർ ടൈപ്പ്, പിന്നെ ഒരു ട്രെയിനിങ് മൊഡ്യൂൾ 1 hour ഫോക്കസ് ചെയ്തിട്ട് ടാർഗറ്റഡ് പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി, സ്കൂൾ, പാരൻസ്, അപ്പം 2 സെറ്റായിട്ടാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനു വേണ്ടി വർക്ക് ചെയ്യാം. അതോടൊപ്പം ഇതും കൂടി ചെയ്യണം, നമ്മുടെ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസിനും കൂടി വേണം. അപ്പോൾ അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിരിക്കണം. അതിൽ പ്രൊസീജറൽ ആസ്പെക്ട്സും കൂടി ഉൾപ്പെടുത്തണം. എങ്ങനെ SOP, അത് നമ്മൾ SP ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. എന്താണ് ഒരു ഡ്രഗ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ പ്രൊസീജറിലൂടെ അത് കടന്നു പോകുന്നു. ഓക്കെ. അപ്പോൾ ഈ നമുക്ക് ഇപ്പം നിലവിലുള്ള മെറ്റീരിയൽ, നമുക്ക് ഉള്ള മെറ്റീരിയൽ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ നമുക്ക് എത്ര സമയം വേണ്ടി വരും? സർ, അതൊരു 3-4 ഓൾമോസ്റ്റ് ഒരു വീക്കിനുള്ളിൽ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് മെറ്റീരിയൽസ് ഉണ്ടാക്കി ഓർഗനൈസ് ചെയ്ത് സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു 25th നമുക്ക് മാർക്ക് ചെയ്തിട്ട് അന്നത്തേക്ക് എല്ലാം സെറ്റ് ആവുന്ന രീതിയിലേക്ക് ആക്കാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്തൂടെ? 25th ഓക്കെയാണ് സർ. ഒരു വർക്കിംഗ് വീക്ക് കിട്ടുമല്ലോ? അതെ, ഒരു വർക്കിംഗ് വീക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ഓരോരോ ഏരിയ ഓരോരാൾ ഫോക്കസ് ചെയ്തിട്ട് അതൊന്ന് ചെയ്ത്, അല്ലെങ്കിൽ ഓവറോൾ ചെയ്ത് നിങ്ങളൊന്ന് ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊന്ന് പ്രസൻറ്റ് ചെയ്താൽ മതി. അടുത്ത മീറ്റിങ്ങിൽ നമുക്കത് ഫിസിക്കലി ഇരുന്നോ അല്ലെങ്കിൽ അല്ലാതെയോ നമുക്ക് ഒന്ന് പ്രസൻറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കത് കളക്ടറുടെയും കൂടി ഒരു ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അതൊന്ന് ഫൈനലൈസ് ചെയ്യാം. പോരെ?
അതോടൊപ്പം ഇനി എന്തെങ്കിലും നാസർ സാർ ഇതിലുണ്ട്, നാസർ സാറിനോട് എന്തെങ്കിലും നമുക്ക് NMBയുടെ ഒരു ഇനാഗുറേഷൻ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഐഡിയാസ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഓൾറെഡി ആക്ഷൻ പ്ലാനിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഒരു പബ്ലിക് ഇവൻ്റ് ആണ്. അപ്പോൾ അതിൽ നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പം ഞാൻ 1-2 വീഡിയോസ് മറ്റ് ജില്ലകളിൽ ചെയ്ത വീഡിയോസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ക്യാമ്പയിന് വേണ്ടിയിട്ട് വീഡിയോസ് നമുക്ക് ചെയ്തുകൂടെ, ഷോർട്ട് വീഡിയോസ്? സർ അത് ചെയ്യാം. എപ്പോഴത്തേനും ഇപ്പം ഇനോഗ്രേഷൻ പ്ലാൻ ചെയ്യുന്നത്? അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് കൂടിയിരിക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് അത് ഡിസൈഡ് ചെയ്യണം. മറ്റ് ഡെലഗേറ്റ്സിൻ്റെയും പ്രധാനപ്പെട്ട ആളുകളുടെയും ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ഒക്കെ സപ്പോർട്ട് വേണമല്ലോ. അപ്പം അത് പെട്ടെന്നൊന്ന് ഡിക്ലെയർ ചെയ്തിട്ട് അന്നത്തെ ദിവസം ചിലപ്പോൾ ആരും ഇല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മേ ബി ഈ 29-നും 30-നും നമുക്ക് ഓൾറെഡി പ്രോഗ്രാംസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ 24-നും സബ് ജയിലിലൊരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 പ്രോഗ്രാംസ് ഇതിനിടയിൽ അടുത്ത 2 വീക്കിനുള്ളിൽ വരുന്നതുകൊണ്ട് അതിനിടയിൽ ഒരു ഇനാഗുറേഷൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി ആക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാസർ സാറ് ആയിട്ടും കൂടി ചർച്ച ചെയ്ത്, നോഡൽ ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ച് നമുക്ക് ഒരു ദിവസം ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ആ ഫിക്സ് ചെയ്യുന്ന ദിവസം പ്രധാനപ്പെട്ട ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെയും അതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ആൾക്കാർ, അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഡ്രഗ് ക്യാമ്പയിനിങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആരെങ്കിലും VIPസോ അല്ലെങ്കിൽ സെലിബ്രിറ്റികളോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സോ ഉണ്ടെങ്കിൽ അവരുടെയും കൂടി പ്രസൻസും കൂടി ഉണ്ടാവുന്ന രീതിയിൽ ഒരു ബൈക്ക് റാലിയോ അല്ലെങ്കിൽ സൈക്കിൾ റാലി, അങ്ങനെ ബലൂൺ പറത്തൽ, അങ്ങനെ കുറച്ച് ഇതിന് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കുറച്ച് ആക്ടിവിറ്റീസ് നമുക്കതിൻ്റെ കൂടെ ചെയ്യേണ്ടി വരും. അതൊക്കെ നമ്മൾ കാണുമ്പോൾ അന്നത്തെ ദിവസം മഴയില്ലാത്ത ദിവസമായിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു മഴയുടെ ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ട്. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത ദിവസം ചിലപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. അപ്പം നമുക്കത് നോക്കി കാലാവസ്ഥയും നമ്മുടെ ആളുകളുടെ അവൈലബിലിറ്റിയും നമ്മുടെ മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഇതും ഒക്കെ ഫൈനലൈസ് ചെയ്ത ഉടനെ നമുക്കത് അന്നത്തെ ദിവസവും നമുക്ക് വിതരണം ചെയ്യാൻ ലീഫ്ലെറ്റ്സ് വേണ്ടി വരുമല്ലോ. അപ്പം അതും കൂടി ഫൈനലൈസ് ചെയ്യണം. അതാണ് നമ്മളിങ്ങനെ ഒരു യോഗം ചേരാൻ കാരണം. അപ്പം നമുക്കത് പെട്ടെന്ന് ഇപ്പൊ 25ന് മുന്നേ നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, പിന്നെ അതുപോലെ ഇങ്ങനെ കുറച്ച് സെക്ടേഴ്സ് പറഞ്ഞില്ലേ, മെഡിക്കൽ പ്രിവെന്റീവ് മെഷേഴ്സ്, പിന്നെ ആർക്കാ ഇൻഫോം ചെയ്യണ്ടേ, അതെല്ലാം വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യനെയർ ഫോമാറ്റിൽ ഒരു പാംഫ്ലെറ്റ് ഒന്നാക്കി വെച്ചാലോ? 25th അങ്ങനെ ഒരു സാധനം, ഒരു 4 to 5 ഒരു ബ്രോഷർ ഫോമാറ്റിൽ, ട്രൈഫോൾ ബ്രോഷർ ഫോമാറ്റിൽ ഒരു 6 pages ഓൾമോസ്റ്റ് വരുന്ന രീതിയിൽ, ഒന്നില് ഫ്രണ്ട് പേജ് നോർമൽ കവർ പേജ് ആക്കി, ഒന്നില് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ വെച്ചു, പിന്നെ ബാക്കി എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനെയർ ഫോമാറ്റിൽ ചെയ്തിട്ട്, അതാകുമ്പോൾ നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാംഫ്ലെറ്റ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും നല്ലത്. ഓക്കെ, അതോടൊപ്പം നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? ആക്ഷൻ പ്ലാനില്ലേ ഈ ട്രൈബൽ ഏരിയയിലുള്ള കുട്ടികൾക്ക് ഒരു ഫുട്ബോൾ കോച്ചിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതെ. അപ്പൊ അത് നമ്മള് പെട്ടെന്ന് തന്നെ ആ സാധനം സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അല്ല, സ്കൂള് തുറന്നു കഴിഞ്ഞാൽ എല്ലാം ബുദ്ധിമുട്ടാണ്. നമുക്കാകെ വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടൈം കൺസ്ട്രെയിൻസിൽ നമ്മളെ മുന്നിൽ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് 8 മുതൽ 14 വരെയുള്ള സമയത്ത് നമുക്ക് ഇവിടെ മന്ത്രിസഭയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട പ്രദർശനം ഇതുണ്ട്. അപ്പോൾ അതിലെല്ലാം ഫോക്കസ് എല്ലാം അവിടെ ആയിരിക്കും. ഞങ്ങളോട് ഒരു സെമിനാർ അവിടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സീനിയർ സിറ്റിസണുമായിട്ട് ബന്ധപ്പെട്ട് 9-ാം തീയതി. അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങും കൂടി ചെയ്യണം. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് വരുമ്പോൾ നമ്മൾ കൺജസ്റ്റഡ് ആവരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാം ഷെഡ്യൂൾ ചെയ്യുന്നതിനനുസരിച്ച് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇപ്പോൾ ഈ പറയുന്ന കോസ്റ്റൽ ഏരിയയിൽ ചെയ്യണമെങ്കിലും ട്രൈബൽ ഏരിയയിൽ ചെയ്യണമെങ്കിലും ആ മേഖലയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസികളായിട്ട് ടൈപ്പ് ചെയ്യാണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം അതിനു വേണ്ടിയുള്ള പ്രാഥമികമായ മുന്നൊരുക്കങ്ങൾ ബേബി ചെയ്യണം.
എന്നിട്ട് ഏത് ദിവസമാണ് പ്രോബബ്ലി ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കും. അപ്പോൾ സ്പോർട്സ് കൗൺസിലായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്യേണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഫുട്ബോൾ കോച്ചിങ് അക്കാഡമി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സൈസ് ടീമുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ. നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഒന്ന് പ്രാഥമികമായി ചർച്ച ചെയ്തിട്ട് നമുക്കത് ഫൈനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മറ്റേ പ്രോഗ്രാം വരുന്നുണ്ടല്ലോ, അതെ, ഈ മന്ത്രിസഭയുടെ പ്രോഗ്രാം വരുന്നതിൽ ഇപ്പം എമിലിൻ പറഞ്ഞ പോലെ നമ്മളൊരു ചെറിയ 6 ഫോൾഡ് ഒരു ബ്രോഷർ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ഒരു ആദ്യം ആ സാധനം നമ്മൾ ആൾക്കാരുടെ കയ്യിൽ കൊടുത്തിട്ട് വരുന്ന ഒരു രീതിയിൽ എത്തുമ്പോഴേ ഒരു ചെറിയ ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ ചെറിയ ഫില്ലപ്പ് ചെയ്തിട്ട് അത് ബോക്സിലാക്കി അത് ചെറിയ രീതിയിൽ നറുക്കിട്ടെടുത്ത് ഒരു ഗിഫ്റ്റും അങ്ങനെ കൊടുക്കുന്നതിൽ കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ലേ? അത് നല്ലതാണ്, നല്ല ഐഡിയ ആണത്. അതായത് നമ്മുടെ തീം സ്റ്റാളുകള് കളക്ടർ സാറും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട PRDയുടെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറും പറയുന്നത്, നമ്മുടെ തീം സ്റ്റാളുകൾ വെറും ഇൻഫോർമേഷൻ മാത്രം കൊടുക്കുന്ന ഒരു സ്റ്റാളുകൾ മാത്രമാവാതെ ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ലൈവായിട്ടുള്ള ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റാളുകളായി കൺവേർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതിനെന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും സജഷൻസ് വേണം. ഇപ്പം ബേബി പറഞ്ഞതുപോലെ നമുക്കൊരു ഒരു ഡെയിലി ക്വിസ് എന്നുള്ള രീതിയിൽ അതിന് പ്രൈസും കൊടുക്കുന്ന രീതിയിലേക്ക് നമുക്കാക്കാം. അതോടൊപ്പം വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഡ്രഗുമായി റിലേറ്റഡ് ആയ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പറയൂ. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി നമ്മളെ നമ്മുടെ സ്റ്റാളിൽ നമുക്ക് ചെയ്യാം. ഡെയിലി ഒരു ഡ്രഗ് ആക്ടിവിറ്റി, ഡ്രഗ് ആക്ടിവിറ്റി എന്നല്ല, ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട അവയർനെസ് ആക്ടിവിറ്റി. അത് വരുന്ന ആളുകൾക്ക് അതിൽ താല്പര്യപൂർവ്വം പങ്കെടുക്കാൻ തോന്നണം, എന്തെങ്കിലും ഒരു അട്രാക്റ്റീവ് എലമെന്റ് അതിലുണ്ടാവണം. നമുക്ക് പ്രൈസ് ഡെയിലി ഒരാൾക്കോ 2 ആൾക്കോ 3 ആൾക്കോ ഒക്കെ പ്രൈസ് കൊടുക്കാവുന്ന രീതിയിലേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അതും NMBയുടെ ബോർഡോ ഒരു ചെറിയ ഒരു സാധനമൊക്കെ വെച്ചിട്ട് അതിൽ അവിടെ ചെയ്യാം. അതും ഒരു ആക്ടിവിറ്റി ആയി. പിന്നെ നമ്മൾ സാധാരണ ഇതിൽ നമ്മൾ സ്കൂളുകളിലും അതുപോലെ തന്നെ ഈ ബസ് സ്റ്റാൻഡുകളിലും അങ്ങനെ മുമ്പേ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അത് നമ്മളെ തമ്പ് വെച്ചിട്ട് ഈ നമ്മുടെ പെയിന്റിൽ മുക്കിയിട്ട് ഈ ഓൾറെഡി ട്രീ പോലെ സെറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ തമ്പ് പതിപ്പിച്ചിട്ട് പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ ഒപ്പുമരം എന്നെല്ലാം പറയുന്ന പോലെ, അതായത് ലഹരിക്കെതിരെ ഒരു ഒപ്പുമരം എന്ന് പറയുന്ന പോലെ ഒരു തമ്പ്, നമ്മളെ തമ്പ് അവിടെ പതിപ്പിച്ചുകൊണ്ട് അങ്ങനെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ ഇതിനെതിരാണ് എന്നുള്ളൊരു അതും ചെയ്യാൻ പറ്റും. അതിന് പക്ഷെ ഒരു സ്പേസ് വേണം, അതൊരു പ്രശ്നം. കുറച്ച് നല്ല സ്പേസ്. അതായത് നമ്മളെ മറ്റേ ഏതെങ്കിലും ഒരു ബോർഡ് ഉണ്ടാവുമല്ലോ, പ്ലൈവുഡിന്റെയോ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ ഉപയോഗിക്കുന്ന ബോർഡോ, പഴയ ടൈപ്പ് ബോർഡ് ഉണ്ടല്ലോ മറ്റേ 3 കാലുള്ള, അതിന് മുകളിലോ ഒരു ചാർട്ട് പേപ്പർ അതിലൊട്ടിച്ചിട്ട് മരം പോലെ വരച്ചിട്ട് അതിനിങ്ങനെ പുറത്തുനിന്ന് തന്നെ തമ്പ് ചെയ്തിട്ട്, അതായത് ഇതിനെതിരാന്നുള്ള ഒരു പ്രതിഷേധം പോലെ നമ്മൾ അങ്ങനെ ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് വേറെ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഗ്രാം, ഇപ്പൊ നമ്മൾ ഇനാഗുറേഷൻ പ്രോഗ്രാം വെക്കുമ്പോൾ നമുക്കത് എവിടെയെങ്കിലും ഡിസ്പ്ലേ ഒക്കെ ചെയ്യാം. അതെ അതെ. നമ്മുടെ നമ്മുടെ ജില്ലാതലത്തിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇനാഗുറേഷൻ നടത്തുന്നതിന്റെ ഭാഗമായിട്ടും ഒരു സാധനം ചെയ്യാം. അതെ, നമുക്ക് നമ്മളിപ്പം നാസർ സാറ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിൽ ചെയ്യാന്നാണ്. അപ്പോൾ അവിടെയും വേണം നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യാം നമുക്ക്. ഓക്കെ. അപ്പൊ ഈ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഈ നമ്മുടെ നിങ്ങളൊരു ഇൻസ്റ്റാളേഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മുടെ വൃത്തിയുമായി ബന്ധപ്പെട്ട് ഹരിത കേരളംകാര് ചെയ്ത ആരോഗ്യ വകുപ്പിന്റെ ആ ബിൽഡിങ്ങില് RTO ഓഫീസിന്റെ നേരെ മുന്നിൽ ഒരു കാക്കേനെ വെയിറ്റ് കൊണ്ട്. അതെ, നിങ്ങൾ കണ്ടിരുന്നു? അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഇൻസ്റ്റാളേഷൻ പോലെ നമുക്ക് ഈ ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടോ ആയിട്ടുള്ള സാധനങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? സാധാരണ ഇവര് ചെയ്യാറ് ഇങ്ങനെയാണ്, എക്സൈസുകാരത് ചെയ്യാറുണ്ട്. ഈ അവർക്കാണല്ലോ ഈ പാൻ പ്രൊഡക്ട്സ് ഒക്കെ. അപ്പൊ അവര് ഈ സിഗരറ്റിന്റെ പാക്കറ്റും ആ സിഗരറ്റിന്റെ സാധനങ്ങൾ കൊണ്ടൊക്കെ ഒരു വലിയ ഇൻസ്റ്റാളേഷൻസ് ഒക്കെ അവർ ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ അപ്പൊ ഇൻസ്റ്റാളേഷൻ ഉണ്ടാക്കുമ്പോൾ
അതൊരു റോങ് മെസ്സേജ് ആയിരിക്കരുത്. അത് കൃത്യമായിട്ട് അതിന്റെ ഭീകരതയോ അല്ലെങ്കിൽ അതിന്റെ മോശമായ വശങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം. പക്ഷെ അതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും അങ്ങനെ ആവുമ്പോൾ. അപ്പൊ അതിലിപ്പം ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെ ഈ സിഗരറ്റും അതുപോലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നമ്മള് പുറമേ നമ്മളെ ശരീരം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അകത്താണല്ലോ നമുക്ക് ഇതൊക്കെ സംഭവിക്കുന്നത്. അതെ. അപ്പൊ നമ്മളെ ഫേസ് എന്ന് പറയുന്ന സാധനം വളരെ ഭംഗിയായിട്ട് വെച്ചിട്ട് ബാക്കി അകത്തോട്ടുള്ള സാധനങ്ങൾ നമുക്ക് കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ നമുക്കൊരു ചെറിയൊരു മോഡൽ ഉണ്ടാക്കി വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഒരു മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അകത്ത് അങ്ങനെ ഒന്നുമില്ലാത്ത രീതിയിൽ. ഇതിനെ മോഡല് ആരെങ്കിലും ഉണ്ടാക്കി തരുന്ന ആളുകൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലൊക്കെ ചെയ്യാൻ പറ്റുമോ? ഈ നമ്മളെ ജനീഷൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ആളാണ് ഈ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ജിനീഷേട്ടൻ ചെയ്യുന്നുണ്ട്. ജനീഷിനോടൊന്ന് ചോദിച്ചിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ആള് ഇതുപോലുള്ള എന്തെങ്കിലും ചെയ്യുന്ന, നമ്മൾ അതിനുള്ള സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി കൊടുത്താൽ മതി. അപ്പൊ അത് എന്തൊക്കെയാ വേണ്ടത് ഒന്ന് പറഞ്ഞിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഒരു ചെറുതാണെങ്കിലും ഒരു ഇൻസ്റ്റാളേഷൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. വലിയ ഇൻസ്റ്റാളേഷന് ഭയങ്കര മുതൽ മുടക്കുണ്ട്. നമ്മളിപ്പോൾ ആ കാക്കയൊക്കെ ചെയ്യുന്നെങ്കിൽ നല്ല പണിയുണ്ട്. അത് നല്ലൊരു ഇൻസ്റ്റാളേഷൻ ആണത്. അപ്പൊ ഈ വെന്യൂ എവിടെ? നമുക്ക് ഓൾഡ് ബസ് സ്റ്റാൻഡ് തന്നെ ഫിക്സ് ചെയ്യണോ? അങ്ങനെ അതിനെ കുറിച്ച് എന്തെങ്കിലും നാസർ സാർ ഉണ്ടെങ്കിൽ ഒന്ന് നാസർ സാറും കൂടി പറഞ്ഞോളൂ. നാസർ ഭായി. നമ്മൾ അന്നത്തെ മീറ്റിങ്ങിൽ പറഞ്ഞ ഏകദേശം ധാരണയായത് അങ്ങനെയാണല്ലോ. ബസ് സ്റ്റാൻഡ് ഭാഗത്ത് വൈകുന്നേരങ്ങളിലാകുമ്പം ഓഡിയൻസ് ഉണ്ടാവും, ആൾക്കാരൊക്കെ. നമ്മൾ പ്രത്യേകിച്ച് വലിയ പണിയെടുക്കാതെ തന്നെ നമുക്ക് കുറേ ആളുകൾ കിട്ടും. അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ്. ബസ് സ്റ്റാൻഡിലെ ഏത് ഭാഗത്ത് വെച്ചാണ്. ആ സമയത്ത് ബസ്സുകളൊന്നും അധികം ഉണ്ടാവില്ല. നമുക്ക് ഓപ്പൺ സ്റ്റേജ് വെക്കാം. 2 ഓപ്ഷനായിരുന്നു അന്ന് പറഞ്ഞത്. നമുക്ക് പയ്യാമ്പലം ബീച്ചാണ്, പക്ഷെ ബീച്ചിനേക്കാളും നല്ലത് പഴയ സ്റ്റാൻഡാണെന്നുള്ള രീതിയിലായിരുന്നല്ലോ നമ്മളെ ചർച്ച ചെയ്തത്. മറ്റുള്ള ആളുകൾക്ക് ഒരു അഭിപ്രായം പറയാം, ഏതാണ് നമുക്ക് ബെറ്റർ എന്നുള്ളത്. ഈ പഴയ സ്റ്റാൻഡിൽ നമുക്ക് ഈ ഒരു വേദി ഒരുക്കാൻ പറ്റുമോ? പബ്ലിക് മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ വേദി ഒരുക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഓപ്പൺ സ്റ്റേജ് തന്നെ വെക്കാം ഒരു സൈഡില്. പക്ഷെ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എന്തൊക്കെ മേൽക്കൂര ഒന്നും ഉണ്ടാവില്ല. ആ രീതിയിൽ മേൽക്കൂര ഇല്ലാതെ ഒരു സ്റ്റേജും ഒരു ഭാഗത്ത് മാത്രം ഒരു ഉയർന്നു നിൽക്കുന്ന അതിന്റെ ഒരു ബാക്ക് സൈഡ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും കിട്ടുന്ന രീതിയിൽ. അതെ അതെ. പിന്നെ ഒരു പോഡിയമോ മൈക്കും മാത്രം മതിയാവല്ലോ അല്ലെ? കസേരകളും അല്ലെ? പിന്നെ കുറച്ച് മറ്റേ കാർപ്പറ്റ് അങ്ങനത്തെ സാധനങ്ങൾ വേണ്ടി വരും നമുക്ക്. ഈ നാടകമൊക്കെ പറഞ്ഞല്ലോ അതിന്റെ ഭാഗമായിട്ട്. അത് എക്സൈസിന്റെ നാടകം അത് ഇപ്പൊ തന്നെ ഒന്ന് ചോദിച്ചിട്ട് അത് ഉറപ്പിക്കണം. അത് നമ്മുടെ എക്സൈസിന്റെ വിമുക്തിയുടെ മാനേജറോടും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലും ഒന്ന് പോയിട്ട് ഒന്ന് സംസാരിക്കണം. ദേവി നാടകം ഒന്നിൽ കൂടുതൽ സംഭവം അന്ന് പറഞ്ഞിരുന്നു. ഒരു ഫ്ലാഷ് മോബ് പറഞ്ഞു, നാടകം. ഏതാണോ പറ്റുക, എല്ലാ കാര്യങ്ങളും പറ്റൂല, കാരണം ചെറിയ ചെറിയ സമയം ഉണ്ടാവും. അല്ല, നമ്മളൊന്നൊരു ഈ ഇതില്ലേ സൈക്കിൾ റാലി എന്തോ പറഞ്ഞിരുന്നില്ലേ? സൈക്കിൾ റാലി ഒന്നുകിൽ ഇതിന്റെ മുന്നേ നടക്കണം, അല്ലെങ്കിൽ ഈ വൈകുന്നേരമാണ് നമ്മൾ ഇനാഗുറേഷൻ എങ്കിൽ സൈക്കിൾ റാലി അതിന് ശേഷം നടക്കൂല, ആദ്യം ചെയ്യേണ്ടി വരും. വേറെ സ്ഥലത്തുനിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന രീതിയിൽ 3 മണിക്ക് ഫ്ലാഗ് ഓഫ്, സൈക്കിൾ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട്, സാധാരണ സൈക്കിൾ റാലി ഒരു ഈവനിങ് അല്ലെങ്കിൽ രാവിലെ അല്ലേ നടത്തും? ഉച്ച സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് പറ്റുമോ? രാവിലെ ചെയ്യാം, പക്ഷെ നമുക്ക് ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾ NSSന്റെ അതുപോലുള്ള കുട്ടികളായിരിക്കുമല്ലോ. NSS എന്നല്ല, മെയിനായിട്ട് നമ്മളെ വളണ്ടിയേഴ്സ് 50 പേര് നമ്മളെ ഇതിന്റെ മാസ്റ്റർ വളണ്ടിയേഴ്സ് ഉണ്ടല്ലോ, അവരും അതോടനുബന്ധിച്ച് കുറച്ച് കുട്ടികളുണ്ടാവും. അപ്പൊ അവര് രാവിലെ വന്ന് പിന്നെ വെയിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. വൈകുന്നേരം ഇനാഗുറേഷനും അങ്ങനെ കെട്ടി നിൽക്കേണ്ടി വരും.
ഇപ്പൊ നമ്മളിപ്പോ ഒരു 150 പേരുടെ ട്രെയിനിങ് പ്രോഗ്രാം 30-ാം തീയതി വെച്ചിട്ടുണ്ടല്ലോ NICന്റെ. അപ്പൊ അതും ഇവരെ SPCയും അതുപോലെ തന്നെ സ്കൗട്ട്സും കുട്ടികളാണ് അതിലുണ്ടാവുക. അപ്പൊ നമ്മളെ മാസ്റ്റർ വളണ്ടിയേഴ്സിന്റെ കൂടെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയും കൂടി നമുക്ക് കിട്ടും വേണമെങ്കിൽ. അപ്പൊ ഇത്രയും ആളുകളെ കാറ്റർ ചെയ്യാൻ നമുക്ക് പറ്റുമോ അറിയില്ല. ടൗൺ ഏരിയ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അന്ന് രാവിലെ നമ്മൾ വെക്കുമ്പോ എനിക്ക് തോന്നുന്നു കുട്ടികളെ ഫുഡിന്റെ ഒക്കെ ഒരു പ്രശ്നം വരൂലേ? അതെ അല്ല പിന്നെ ഇനാഗുറേഷനും രാവിലത്തേക്ക് മാറ്റേണ്ടി വരും. അതെ അതെ, ഈവനിങ് ആണ് കുറച്ചും കൂടി നല്ലതെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഈവനിങ്ങിൽ ഈ മഴയുടെ ഒരു സാധ്യത, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ വേനൽ മഴ എപ്പോഴും വരുന്നത് വൈകുന്നേരങ്ങളിലാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇനാഗുറേഷൻ രാവിലെ പറ്റുവാണെങ്കിൽ ഒരു 10 മണിക്കൊക്കെ സൈക്കിൾ റാലി തുടങ്ങി ഒരു 11 മണിക്ക് മറ്റു ഫംഗ്ഷൻ 11 അങ്ങനെ ചെയ്യുന്ന രീതിയിലാകാം. പക്ഷെ 11 എന്ന് പറയുമ്പോൾ നല്ല വെയിലിന്റെ സമയം. വെയിലാവും. അല്ല, അത് 9 മണി 10 മണി ആക്കിയാൽ നല്ലതാവും. 9 മണിക്ക് റാലി, 10 മണിക്ക് ഇനാഗുറേഷൻ ആക്കിയാൽ ആവും. ഏതാ പോസിബിൾ ആവുക എന്നുള്ളത് ഒന്ന് നോക്കൂ. നമുക്ക് എന്തായാലും അതിനൊരു ഡേറ്റും കാണണം. ഇവരെ കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ മന്ത്രിയാണെങ്കിൽ മന്ത്രി, മേയർ ആണെങ്കിൽ മേയർ, അല്ലെങ്കിൽ MLA ആണെങ്കിൽ MLA, ഇവരുടെയൊക്കെ സാന്നിധ്യവും കൂടി ഉറപ്പാക്കണം. പക്ഷെ ആദ്യം ഒരു ഡേറ്റ്, ടെൻഡേറ്റീവ് ഡേറ്റ് നമുക്ക് വെച്ചാല് അതിനനുസരിച്ചുകൊണ്ട് ഇൻവൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ VIP-കളും അതുപോലെ മറ്റ് പ്രോഗ്രാം ഉണ്ടല്ലോ, നാടകം, ആ ദിവസം കിട്ടുമെന്നൊക്കെ അല്ലേ ചോദിക്കണം. അതെ, അപ്പൊ അതിന് എന്തെങ്കിലും ഒരു ടെൻഡേറ്റീവ് ഡേറ്റ് നമുക്ക് പറയാൻ സജസ്റ്റ് ചെയ്യാനുണ്ടോ? മെയ്യിലേക്കല്ലേ പറ്റും, ഈ മാസം. മെയ് ഫസ്റ്റ് വീക്ക്. ഈ ഇതിന് തൊട്ട് മുമ്പാകുമ്പോ കുറെ മീറ്റിങ്ങും കാര്യങ്ങളെല്ലാം കയറി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ 8-ാം തീയതിക്ക് മുമ്പാണെങ്കിൽ. അപ്പൊ അത് ഏത് സമയമാണെന്നുള്ളതൊന്ന് കലണ്ടർ നോക്കിക്കഴിഞ്ഞാല് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഈ മെയ് 8 എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ് വരുന്നത്. മെയ് 8-ന് നമ്മൾ ഇത് തുടങ്ങുന്നല്ലേ? മെയ് 8-ലേക്ക് പോകാൻ കഴിയില്ല. മെയ് 1, 2, 3 വാർഷികം തുടങ്ങുന്നല്ലേ? അതെ അതെ, അതുണ്ട്. അപ്പൊ ആ ഭാഗത്ത് നമ്മൾ നോക്കാതിരിക്കുകയാണ് നല്ലത്. അതിന് പകരം മെയ് ഫസ്റ്റ് വീക്കില് മെയ് 1 ലീവായിരിക്കും, പബ്ലിക് ഹോളിഡേ ആയിരിക്കും. മെയ് 2, 3, അതായത് മെയ് 2 വെള്ളിയാഴ്ചയാണ്, മെയ് 3 ശനിയാഴ്ച. 3-ന് എടുക്കുമോ ശനിയാഴ്ച? മെയ് 3 ശനിയാഴ്ചയാണ്. അപ്പോൾ അതായത് നമ്മളെ ഒരു ടെൻഡേറ്റീവ് ഒരു ഡേറ്റ് കണ്ടിട്ട് മുന്നോട്ട് നീങ്ങാന്നേ ഉള്ളൂ. 3-ന് വേറെ പരിപാടിയൊന്നും ഉണ്ടാവില്ലായിരിക്കുമല്ലോ? 3 ഫസ്റ്റ് സാറ്റർഡേ ആയതുകൊണ്ട് DDC DPC അങ്ങനത്തെ എന്തെങ്കിലും കയറി വരുമോ എന്ന് മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. അതൊന്ന് പ്ലാനിങ്ങിൽ ചോദിച്ചാൽ അറിയാൻ പറ്റും. 10 മണിക്കെല്ലാം ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ടെങ്കിൽ ഇവരെല്ലാം അങ്ങോട്ട് പോകേണ്ടതാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. രാവിലെയാണ് പരിപാടിയെങ്കിൽ. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഒരുമാതിരി ഒരാൾക്കൊരു ബുദ്ധിമുട്ടും വരൂല, ആളുകൾക്ക് അവൈലബിലിറ്റി ഉണ്ടാവും. രാവിലത്തേൽ ഇപ്പൊ മീറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുമ്പോഴേ പ്രശ്നം വരുള്ളൂ. അപ്പൊ മെയ് 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് ഒന്ന് നീങ്ങിയാലോ? അങ്ങനെ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഈവനിങ്ങിലേക്ക് വെക്കണം. ഈവനിങ് വെക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രത്യേക പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് മഴയെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം വെന്യൂ നമ്മുടെ ഇത് നടക്കുന്നുണ്ടോ, വാർഷികം നടക്കുന്നുണ്ടല്ലോ 8-ാം തീയതിക്ക്. അപ്പോഴത്തേക്ക് ഇവരെ ഈ പന്തലെല്ലാം റെഡി ആവുകയാണെങ്കിൽ നമ്മളെ സെമിനാർ സ്ഥലത്തേക്ക് മാറ്റിയാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 3 മണിക്ക് റാലി തുടങ്ങി 4 മണിക്ക് നമ്മൾ ഉദ്ഘാടനം. അതിന് മുമ്പേ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ വേണമെന്നുള്ളതും കൂടി ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കണം ബേബി. ഏതായാലും 3-ാം തീയതി അങ്ങനെയാണെങ്കിൽ ഒന്ന് ഡേറ്റ് കണ്ടു നോക്കാം അല്ലെ? 3-ാം തീയതി ടെൻഡേറ്റീവായിട്ട് നമുക്ക് 3 കണ്ടിട്ട് മുന്നോട്ട് പോവാം. 3 വെച്ചിട്ട് ആരൊക്കെ VIP-കൾ ആരാണ് വേണ്ടത് എന്നുള്ളതും. 3-ാം തീയതി സെലിബ്രിറ്റികൾ ആരെങ്കിലും ഉണ്ടാവുമോ? 3-ാം തീയതി നോക്കുമ്പോഴുള്ള പ്രശ്നം 29-ന് ഒരു ആക്ടിവിറ്റി ഉണ്ട്, 30-ന് ഒരു ആക്ടിവിറ്റി ഉണ്ട്, 1-ാം തീയതി ലീവുമാണ്. പിന്നെ 2-ാം തീയതി മാത്രമാണ് ഒരു ദിവസം വർക്കിംഗ് ഡേ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെ ഷെഡ്യൂൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്ന് ഉള്ളിൽ തന്നെ സെറ്റ് ആവണം. എന്നാലും മാത്രമേ, അതായത് ഒരാഴ്ചയെ നമുക്ക് സമയമുള്ളൂ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകണം. നമുക്ക് ഈ പ്രോഗ്രാമിൽ ഇപ്പൊ നാസർ സാറ് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഫിലിം ആർട്ടിസ്റ്റ് അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആവും.
അതായത് ഇപ്പം നിലവിലിപ്പം വളരെ അട്രാക്റ്റീവ് ആയിട്ട് ഈ ഒരു മേഖലയിൽ പോകുന്നത് വിൻസി അലോഷ്യസ് ഉണ്ട്. അതെ ഷൈനിനെതിരെ അതെ പ്രതികരിച്ചിട്ടുണ്ട്. പുള്ളി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ലഹരിയുള്ള അഭിനയിക്കുന്ന സിനിമകളിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നലെ തന്നെ അവര് പരാതി ഒന്നും കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് അല്ല അവര് കുറെ നമ്മൾ ഇമോഷണലി പരാതി കുറെ കൊടുത്തതിന്റെ അല്ല, ആള് പറഞ്ഞതിന്റെ ഒരു ആളൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടല്ലോ, ഞാനിനി അഭിനയിക്കില്ല എന്നുള്ളൊരു. അതെ. അല്ല അവരെ നമുക്ക് വീഡിയോ അതിന്റെ ആ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ അങ്ങനെ നമുക്കൊരു ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ. അല്ലാതെ അവരുടെ പ്രസൻസ് ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. അവർ ഏത് നാട്ടുകാരിയാ അറിയില്ല. ഇന്റേൺസിന് ആർക്കെങ്കിലും അറിയോ അവരെ എവിടെയാണ്? വിൻസി അലോഷ്യസ് എവിടെയാന്ന്? ഐഡിയ ഇല്ല. അതോടൊപ്പം നമുക്കിപ്പോ ഈ സൈക്കിൾ റാലിക്ക് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. പൊന്നാനി. ഓക്കെ. മലപ്പുറം. നമുക്കിപ്പോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു നാടകം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ. ഇൻ കേസ് നമ്മളെ ഡേറ്റിന് അവർക്ക് ഓക്കെ ആവില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ സൈക്കിൾ റാലിക്ക് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടല്ലോ, NSSന്റെ, ഇപ്പൊ അവർ ഓൾറെഡി അവരുടെ കോളേജുകളിലൊക്കെ ഫ്ലാഷ് മോബും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും. ഓൾറെഡി അവർ ചെയ്തിട്ടുണ്ട്. ആസാദ് സേന ഒരു പ്രാവശ്യം ഒരു നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും തെരുവ് നാടകം. അപ്പം വേണമെങ്കിൽ അവരോട് ആവശ്യപ്പെട്ടാൽ അവര് തരും. പക്ഷെ അവർക്ക് ഈ അതിനെല്ലാം ഈ ഒരു കോസ്റ്റ് നമ്മൾ കാണേണ്ടി വരും. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഈ സൈക്കിൾ റാലിക്ക് വരുന്ന സ്റ്റുഡൻസിന് അന്ന് നസാറ് പറഞ്ഞ പോലെ നമ്മളൊരു ടീഷർട്ട് കൊടുക്കുന്നുണ്ടല്ലോ. ആ ഒരു ടീഷർട്ട് തന്നെ ഇട്ടിട്ട് അവരോട് ഒരു ഫ്ലാഷ് മോബ് രീതിയിലുള്ള ഒരു ഇതിനെതിരെയുള്ള ഒരു ഡാൻസ് തീം വെച്ചിട്ട് ഒരു സാധനം ചെയ്താലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പഠിക്കുന്നതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ശരിയാ. ഫ്ലാഷ് മോബ് പക്ഷെ ഇപ്പൊ പഴയതുപോലെ അത്ര ക്ലിക്ക് ആവുന്നില്ല അല്ലേ? ശരിയാ. ആരും ഒന്നും പറയുന്നില്ലല്ലോ. സർ ഇപ്പൊ അങ്ങനെ ഫ്ലാഷ് മോബ് എവിടെയും ഉപയോഗിക്കുന്നില്ല, കുറവാണ്. അതെ, അതന്നെയാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ നമുക്ക് ചെയ്തുകൂടായികയില്ലല്ലോ. പക്ഷെ അതിപ്പോ വേണമെങ്കിൽ ഈ പരിപാടി ഇന്ന ദിവസം ഉണ്ട് എന്നുള്ള ഒരു അറിയിപ്പ് കൊടുക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാം. എങ്ങനെ ചെയ്യാലോ? ഷോർട്ട് വീഡിയോസ് ഉണ്ടാക്കുന്നത് പോലെ ഷോർട്ട് വീഡിയോസും നമുക്ക് ചെയ്യാലോ. ഈ 3-ാം തീയതി NMBയുടെ ഇനാഗുറേഷൻ എന്നുള്ള രീതിയിൽ ചെയ്യാലോ. അപ്പൊ നമ്മൾ ആ ദിവസം നമ്മൾ ഈ ഇനാഗുറേഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ അടുത്ത ഒരു മാസം ചെയ്യുന്ന പ്രോഗ്രാംസ് ഷെഡ്യൂൾ ചെയ്യപ്പെടണം. അതുപോലെ പബ്ലിക്കിൽ എന്തൊക്കെ പരിപാടി ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, സ്കൂൾ ലെവലിൽ എന്തൊക്കെ പരിപാടി നടത്തുന്നു, അതൊക്കെ നമുക്കിതിൽ പറയാൻ പറ്റണം. അതായത് ആക്ഷൻ പ്ലാനും കൂടി നമ്മൾ പറയുന്നതായിരിക്കണം ആ വേദി. നമ്മളിപ്പം കൗൺസിലേഴ്സിന്റെ ക്ലാസ് ഞാൻ അവരുടെ ഓഫീസറെ വിളിച്ചപ്പോൾ മാം വളരെ സപ്പോർട്ടീവായിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഡേറ്റ് കൺഫേം ആക്കിയിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളെ വിവരം കൊടുത്തിട്ട് അതിൻ്റെ വെന്യൂ എവിടെയാണെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുൾ സപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മളെ CWFമാരുടെ ഇൻചാർജേഴ്സിനെ, അവരുടെ ഓഫീസറെയും കൂടെ വിളിച്ചിട്ട് അവർക്കുള്ളൊരു ക്ലാസ്സും അതും കൂടെ നമ്മൾ ഡേറ്റ് കൺഫേം ആക്കിയാൽ, പിന്നെ ബാക്കിയുള്ളത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റൊക്കെയാണ്. അപ്പം നമുക്ക് അവരോടും കൂടെ നമുക്കൊരു ഒരു കാഷ്വൽ ലെറ്റർ, ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഡേറ്റ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് വരുന്ന മന്തിലെ ദിവസങ്ങളിലെ പ്രോഗ്രാം നമുക്ക് കൃത്യമായിട്ട് ചാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഓൾറെഡി ഇപ്പം 24th നമുക്കൊരു അവയർനെസ് ക്ലാസ് ഉണ്ടല്ലോ. അപ്പം ഇപ്പം നമ്മൾ ഓൾറെഡി ഡേറ്റ് ഫിക്സ്. അപ്പം അതുപോലെ അവരോടൊന്നും കൂടെ ചോദിച്ച്, ഇപ്പം ഇപ്പം കൗൺസിലേഴ്സിന്റെ ഓഫീസറെ വിളിച്ചപ്പോൾ മാഡം എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഒഫീഷ്യലി നിങ്ങളൊന്ന് അറിയിക്കുക ഡേറ്റ് കൺഫേം ആയിട്ട്, അതാദ്യം ഒന്ന് വിളിച്ചു പറ. ഇപ്പൊ അവർക്ക് ഓൾറെഡി ഫ്രീ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മളെല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവുന്നു. അപ്പൊ എല്ലാവരും ഇപ്പൊ ഈ ഒരു കാര്യത്തിന് എല്ലാവരും മുന്നിട്ട് ഇറങ്ങിയതുകൊണ്ട് എല്ലാവരും സഹകരിക്കുമെന്ന്
പ്രതീക്ഷിക്കുന്നു. യെസ്. അപ്പോൾ നമുക്കതൊരു കൃത്യമായിട്ട് ചാർട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അത് ചാർട്ട് ഔട്ട് ചെയ്തിട്ട് ഏത് പരിപാടി നടത്തുമ്പോഴും നമ്മുടെ ആ പ്രോഗ്രാമിൻ്റെ പിന്നെ ബാനറ്, പോസ്റ്റർ, സോഷ്യൽ മീഡിയ പോസ്റ്റർ എന്നിവ അഡ്വാൻസ് ആയിട്ട് തയ്യാറാക്കാനും അത് കളക്ടറുടെ പിന്നെ ഫേസ്ബുക്ക് പേജ്, അതുപോലെ തന്നെ നമ്മുടെ ഓൾറെഡി നമ്മളൊരു ഫേസ്ബുക്ക് പേജ്, ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പരമാവധി അതിന് ഒരു പിന്നെ പ്രചരണം കൊടുക്കാനും കൂടി പറ്റണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും. അപ്പം അത് ആദ്യം ഇത്തരം കാര്യങ്ങളെല്ലാം കളക്ടറുടെ ഒരു കൺകറൻസ് നമ്മൾ വാങ്ങണം, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി വിളിക്കേണ്ടി വരും. ഡിസ്ട്രിക്ട് കമ്മിറ്റി വിളിക്കാതെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കളക്ടർ മാത്രം കൊടുത്ത് കൺകറൻസ് വാങ്ങി നമ്മൾ പിന്നീട് അത് കമ്മിറ്റി അംഗീകരിച്ചാൽ മതി. പിന്നെ അതിലുള്ള മറ്റ് സ്റ്റേക്ക് ഹോൾഡർ ഡിപ്പാർട്ട്മെൻറ്റുകൾ എല്ലാവരുടെയും സിമ്പിള്, അതുപോലെ എംബ്ലം, അങ്ങനത്തെ കാര്യങ്ങളും കൂടി അതിൽ ഉൾപ്പെടുത്തണം എന്നേ ഉള്ളൂ, അവരുടെ പാർട്ടിസിപ്പേഷനും. നമുക്കിപ്പം ഓൾറെഡി ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും വിളിച്ച് ഒരു മീറ്റിംഗ് കൂടി അവരുടെ തീരുമാനം അറിഞ്ഞ് അങ്ങനെ ഒരു സമയം നമുക്ക് ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കളക്ടർ അടുത്ത് പോയി പെർമിഷൻ വാങ്ങി നമ്മളെ പ്രോഗ്രാമിന്റെ ഫുൾ ഷെഡ്യൂൾ ആക്കി നമ്മൾ പോയി അവിടുന്ന് പെർമിഷൻ വാങ്ങിയിട്ട് അതിന് ശേഷം നമ്മൾ അവരെ ഓരോരുത്തരെയും നമ്മൾ ഒഫീഷ്യലി അറിയിക്കുന്നതായിരിക്കില്ലേ കുറച്ചുകൂടെ ബെറ്റർ? അതെ, അതന്നെ മതി, അങ്ങനെ മതി. അതാകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും ഉണ്ടാവും. അത് ഇനാഗുറേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണം MBയുടെ മീറ്റിംഗ് വിളിക്കാം. അത് വിളിക്കാലോ. ഓക്കെ, അങ്ങനെ പോവാം, അങ്ങനെ മുന്നോട്ട് പോവാം. അപ്പൊ ഈ ഇപ്പൊ ഒരു ധാരണയായല്ലോ, ഇത്രയും ധാരണ വെച്ചിട്ട് നമുക്ക് ഒരാഴ്ച സമയത്തിനുള്ളിൽ IEC തയ്യാറാക്കാൻ ഉള്ളത് ഇന്റേൺസിന്റെ സപ്പോർട്ട് നമുക്കതിൽ ഫുൾ സപ്പോർട്ട് വേണം. അതോടൊപ്പം ഈ പ്രോഗ്രാംസ് ഒക്കെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് പ്ലാനിങ്, അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നോഡൽ ഓഫീസറായ നാസർ സാറിൻ്റെ സപ്പോർട്ടോടു കൂടി കോർഡിനേറ്റർ ബേബി ചെയ്യണം. അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ടൈപ്പ് ചെയ്ത് നമ്മളിപ്പോൾ നടത്തുന്ന പരിപാടികൾ, പ്രത്യേകിച്ച് ഇപ്പോൾ പിന്നെ 24-ന് പ്രോഗ്രാം, അതുപോലെ 29-നുള്ള പ്രോഗ്രാം, 30-നുള്ള പ്രോഗ്രാം, അതൊക്കെ അതിൻ്റെ എന്തൊക്കെ സപ്പോർട്ടാണോ നമ്മൾ കൊടുക്കേണ്ടത് അതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും പറ്റണം. അതും അഡ്വാൻസ് ആയിട്ട് കാണണം. അപ്പം നമ്മളുടെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അഡ്വാൻസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതെല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ ശ്രമം നമ്മൾ കൂടിയിരിക്കേണ്ടി വരും, ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് സ്ട്രോങ് ആയിട്ട് എല്ലാവരും സപ്പോർട്ടീവായിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്ന് മാത്രം പറയുന്നു. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ്, അഡീഷണൽ കമൻസ്? അനഘ? Nothing, sir. IEC materials work ചെയ്യാം next week തൊട്ടിട്ട്. ഓക്കെ. ഈ IEC മെറ്റീരിയൽ ഒരു മിനിറ്റ് സാർ, IEC മെറ്റീരിയൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മറ്റേ ലെവലിൽ തന്നെ വേണം, അതായത് സ്റ്റുഡൻസ് അങ്ങനെ നമ്മൾ ആ കാറ്റഗറി ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണോ, അല്ല കോമൺ ആയിട്ടൊന്ന് ചെയ്താൽ മതിയോ? അല്ല, സ്റ്റുഡൻസിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കാർട്ടൂൺസിനൊക്കെ വെച്ചിട്ട് അവരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്തിരുന്നു. അപ്പൊ അത് നമ്മൾ അത്ര ഫൈനലൈസ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. കുറെ എണ്ണം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്, പെട്ടെന്ന് തയ്യാറാക്കിയതായിരുന്നു. പിന്നെ അതിന്റെ മുകളിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. അതായത് നമ്മൾ മറ്റേ ഈ വിമുക്തിന്റെ നമ്മൾ കണ്ടില്ലേ, UP സെക്ഷൻ, ഹൈസ്കൂൾ സെക്ഷൻ, ഹയർ സെക്ഷൻ. അപ്പൊ നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ല നമ്മളിപ്പോ തൽക്കാലികം കോമൺ ആയിട്ട് മതി. ഓക്കെ. നമുക്കിപ്പോൾ ആർക്കും ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഇന്ന കമ്പണന്റ് പ്രാഥമിക, അപ്പം നമ്മുടെ IEC ഈ മൊഡ്യൂള് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആർക്കാണെങ്കിലും അതിൽ ഇന്ന കമ്പണൻസ് വേണം എന്നുള്ളത് നമ്മളൊന്ന് ആദ്യം പറഞ്ഞു വെക്കണം. എന്നിട്ട് ആ സബ് ടൈറ്റിലാണ് ഓരോന്നിലും അവരവരുടെ ലെവലിനനുസരിച്ചിട്ട് എലാബറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ എന്തൊക്കെ കമ്പണൻസ് ചേർക്കണം എന്നുള്ളത് ഡാഷ് നമ്മൾ സിലബസ് തയ്യാറാക്കൂലേ അതുപോലെ തയ്യാറാക്കണം. എന്നിട്ട് അതിൽ ആക്ടിവിറ്റി ആണെങ്കിൽ ആക്ടിവിറ്റി, ഒരു പിന്നെ ഷെയറിങ് ഓഫ് എക്സ്പീരിയൻസ് ആണെങ്കിൽ അങ്ങനെ അതൊക്കെ നമുക്കതിൽ വെക്കാൻ പറ്റണം. ഓക്കെ ഓക്കെ. നമുക്ക് തൽക്കാലത്തേക്ക് ഇനി എന്നാൽ 1 മണിക്കൂറായില്ലേ, എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം നമ്മൾ ഇനി എപ്പം കൂടിച്ചേരും എന്നുള്ളതും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.
നമ്മൾ 25-നല്ലേ നമ്മളിപ്പം ഈ IEC മെറ്റീരിയലിന്റെ കാര്യം പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമ്മുടെ പ്രോഗ്രാമും എല്ലാം പ്ലാൻ ആയിരിക്കണം. സാർ. ഓക്കെ, 24-ന് മറ്റൊരു പരിപാടിയുണ്ട്. അപ്പം നമ്മൾ മറ്റ് പല പരിപാടികളിൽ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ ബേബി അത് ഒന്ന് കോർഡിനേറ്റ് ചെയ്യണമല്ലോ. ഓക്കെ സാർ. ഓക്കെ, ശരി. അപ്പോൾ ഇന്നത്തെ പരിപാടിയിൽ എല്ലാവരും പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം സ്നേഹം, നന്ദി. ഓക്കെ, സാർ. Thank you, sir. താങ്ക് യു.